തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ള നിക്ഷേപ തട്ടിപ്പുകളെക്കുറിച്ചും ഉന്നതതല അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് UDFിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബാങ്കിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. വ്യാജ JLGകൾ രൂപീകരിച്ചും വേണ്ടത്ര മൂല്യമില്ലാത്ത വസ്തുക്കൾക്ക് വൻതുക വായ്പ അനുവദിച്ചും നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതായി ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയതോടെയാണ് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 10.43 കോടി രൂപ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയെങ്കിലും തുക ഇരട്ടിയിലധികം വരുമെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഈ സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം മാത്രമല്ലാതെ വിജിലൻസ് ഉൾപ്പെടെയുള്ള ഉന്നതതല ഏജൻസികളുടെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് UDF വാത്തുക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ബാങ്കിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ പരിപാടി ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഈ രീതിയിലുള്ള ക്രമക്കേട് കാണിക്കുന്ന ആളുകളോ സ്ഥാപനങ്ങളോ വ്യക്തികളോമായിട്ട് ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഞാൻ ഉൾപ്പെടുന്ന പാർട്ടി ലീഡേഴ്സോ UDFിന്റെ ലീഡേഴ്സോ ഒരു കാരണവശാലും അത്ര കോംപ്രമൈസ് ഉണ്ടാവില്ല. അതിന് കുഴപ്പമുണ്ടാക്കിയവർ അതിന്റെ കുഴപ്പമൊക്കെ അനുഭവിക്കുന്നു. ബാങ്കിൽ നടന്നിട്ടുള്ള അഴിമതികളിൽ ശക്തമായ അന്വേഷണം നടക്കുമെന്നും ക്രമക്കേട് നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഉദ്ഘാടനം ചെയ്ത റോയ് കെ പൗലോസ് പറഞ്ഞു. കോൺഗ്രസ് വാത്തുക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ അഡ്വക്കേറ്റ് KB സെൽവം, ജെയ്സൺ കെ ആന്റണി, ജോയ് കൊച്ചുകരോട്ട്, വിജയകുമാർ മട്ടക്കര, വിനോദ്, ഷൈനി, മിനി സാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.